ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റിയായ ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ഒരു ചെറിയ ഉള്ളി, 2 വലിയ തക്കാളി, പകുതി ക്യാപ്സിക്കം മുളക്, ഒരു പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് മല്ലിയിലയാണ് എടുത്തത്. പിന്നെ 2 മുട്ടനെ കൊണ്ടാണ് ഞാൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയായ ഒരു റോസ്റ്റാണ്. ഞാനിപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഉള്ളി ഒന്ന് വറുത്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പകുതി ക്യാപ്സിക്കാണ് എടുത്തത്. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാൻ. നമുക്ക് എരിവ് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ഇതിൽ കറിവേപ്പില കൂടി നമുക്ക് ആഡ് ചെയ്യാം. കറിവേപ്പില എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ മല്ലിയില ചേർത്ത് കൊടുത്തത്. നമുക്കിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. ഇത് എത്രത്തോളം വറുക്കുന്ന അത്രത്തോളം ടേസ്റ്റ് റോസ്റ്റിനുണ്ടാകും. ഇനി നമുക്കെന്ന് വെച്ചാൽ ഇതിലേക്ക് 2 മുട്ട പകുതിയായി കട്ട് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റിയായ ഒരു റോസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഏറ്റവും നല്ലൊരു റോസ്റ്റാണിത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.